بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, സൂറത്തു അംബിയായിലെ 11 മുതൽ 15 വരെയുള്ള വചനങ്ങളുടെ സാരവും ചെറിയ വിശദീകരണവും ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം ആ ആയത്തുകളൊന്ന് കേൾക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകം ഖസംനാ മിൻ ഖർയത്തിൻ കാനത് ളാലിമതൻ വഅൻശഅനാ ബഅദഹാ ഖൗമൻ ആഖരീൻ. فلما أحسوا بأسنا إذا هم منها يركضون لا تركضوا وارجعوا إلى ما أترفتم فيه ومساكنكم لعلكم تسألون. قالوا يا ويلنا إنا كنا ظالمين فما زالت تلك دعواهم حتى جعلناهم حصيدا خامدين. അക്രമം പ്രവർത്തിച്ചിരുന്ന എത്രയോ നാടുകളെ അഥവാ നാട്ടുകാരെ നാം ഉന്മൂലനം ചെയ്യുകയും അവരുടെ നാശത്തിന് ശേഷം വേറെ ജനങ്ങളെ നാം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ശിക്ഷ കണ്ടറിഞ്ഞപ്പോൾ അതാ അവർ അതിൽ നിന്നും ചാടിപ്പോകുന്നു. അവരോട് പറയപ്പെട്ടു, നിങ്ങൾ ചാടിപ്പോകേണ്ട. ഏതൊന്നിൽ നിങ്ങൾക്ക് സുഖഭോഗം നൽകപ്പെട്ടിരുന്നുവോ അതിലേക്കും നിങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്കും നിങ്ങൾ മടങ്ങിക്കൊള്ളുക. നിങ്ങളോട് ചോദിക്കപ്പെടുമായിരിക്കാം. അവർ പറഞ്ഞു, ഞങ്ങളുടെ നാശം, നിശ്ചയമായും ഞങ്ങൾ അക്രമികളായിരുന്നു. അങ്ങനെ ചത്താറിയവരായ നിലയിൽ അവരെ കൊയ്തിട്ട വിള പോലെ നാം ആക്കുന്നതുവരെയും അതുതന്നെ അവരുടെ നിലവിളിയായിക്കൊണ്ടിരുന്നു. ഇനി ഈ ആയത്തുകളുടെ വിശദീകരണം ശ്രദ്ധിക്കുക. പ്രവാചകന്മാരുടെ ഉപദേശവും താക്കീതും വിലവെക്കാതിരുന്ന സമൂഹത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. പരിഹാസവും ധിക്കാരവുമായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. നിശ്ചയമായും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ പുറത്താക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മാർഗത്തിൽ മടങ്ങി വരണം എന്നൊക്കെ അവർ നബിമാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ കാര്യം സൂറത്ത് ഇബ്രാഹീമിൽ കാണാൻ സാധിക്കും. അങ്ങനെ താക്കീത് ചെയ്യപ്പെട്ട ശിക്ഷ അനുഭവമായി കണ്ടപ്പോഴത്തെ അവരുടെ അവസ്ഥയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ശിക്ഷ വന്നപ്പോൾ അവർ ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നു, കുറ്റം സമ്മതിക്കുന്നു, വിളിച്ച് നിലവിളിക്കുന്നു. ആ സന്ദർഭത്തിൽ അവരോട് ഹാസ്യരൂപത്തിൽ പറയപ്പെടുന്ന മറുപടിയാണ് 13-ാം വചനത്തിൽ കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടുന്ന സുഖഭോഗ വസ്തുക്കളും നല്ല പാർപ്പിടങ്ങളുമെല്ലാം നിങ്ങൾക്കുണ്ടല്ലോ. നിങ്ങളോട് പലർക്കും പലതും ചോദിക്കുവാനുമുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോവുക. എന്തിനാണ് അതെല്ലാം വിട്ടേച്ച് ഓടിപ്പോകുന്നത് എന്ന് സാരം. വിളകൾ കൊയ്തിട്ട പോലെ വീണ് മറിഞ്ഞ് കിടക്കുകയും തീ കെട്ടാറി ചാമ്പലായുള്ളതുപോലെ നിശ്ചലവും ചേഷ്ടവുമായി തീരുകയും ചെയ്യുവോളം ആ മുറവിളി അഥവാ നാശമേ കഷ്ടമേ എന്ന നിലവിളി അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്ത് ഫലമുണ്ടാകുവാനാണ്? യാതൊരു ഫലവുമില്ല. അപ്പോൾ പ്രവാചകന്മാരെയും
അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളെയും നിഷേധിക്കുകയും പരിഹസിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന ഏത് കാലഘട്ടത്തിലെ അവിശ്വാസികൾക്കും മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങളെ, നാടുകളെ, നാട്ടുകാരെ അള്ളാഹു നശിപ്പിച്ചതുപോലെയുള്ള ശിക്ഷ കൊണ്ട് ഇനിയും നശിപ്പിക്കാൻ യാതൊരു പ്രയാസവുമില്ല. അതവരോർത്തുകൊള്ളട്ടെ. അങ്ങനെ ശിക്ഷ വരുമ്പോൾ നിലവിളിച്ചതുകൊണ്ട് കാര്യമില്ല എന്നൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ യഥാവിധി പാലിച്ച് മുത്തഖികളായി ജീവിച്ച് മരിക്കുവാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.